ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ പോകുന്നത് ദുബായിലുള്ളവർക്ക് ഫാമിലിയെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടിലാണ്. മംസർ പാർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പാർക്കിലേക്ക് എൻട്രി ചെയ്യാൻ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇത് ടിക്കറ്റ് മെഷീനാണ്. ഇവിടെ നമുക്ക് തന്നെ സെൽഫ് എടുക്കാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് മാനുവലായിട്ട് എടുക്കാൻ പറ്റിയ സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 5 ദിർഹമാണ്. 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷന് അവർക്ക് മാത്രമേ ഫ്രീ ഉള്ളൂ കേട്ടോ എൻട്രി. ഇവിടെ തന്നെ വേറൊരു ഓപ്ഷനുണ്ട്, നമുക്ക് ഡയറക്റ്റ് കാർ ത്രൂ പോവാം ഇവിടത്തേക്ക്. പക്ഷെ അതിന് വരുന്നത് 30 ദിർഹം കേട്ടോ ഒരു കാറിന്. അതിൻ്റെ എൻട്രിയും വേറെ ഗേറ്റിലൂടെയാണ്, ഇതിലൂടെയല്ല കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഇവിടെയുള്ള ഫെസിലിറ്റീസ്. ഇത് ഷാർജയിൽ നിന്ന് തൊട്ടടുത്താണ് കേട്ടോ. ദുബായ്ക്കാർക്ക് മാത്രമല്ല ഷാർജക്കാർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇത്. ഞാൻ ഇൻട്രോ കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. കാർ പാർക്കിംഗ് ഫ്രീ ആണ് ഇവിടെ. ഈ പാർക്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് ഇത്. ഒരു ആംഫി തിയേറ്റർ ഏരിയ ആണ് ഇത്. ചുറ്റോറ് നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു ഓപ്പൺ എയർ സ്റ്റേജ് സെറ്റപ്പാണ്. മിഡിലാ കാണുന്ന പോർഷനിൽ ഇവൻറ്റ്സൊക്കെ നടക്കുമ്പം നമുക്ക് ഇതിൻ്റെ ചുറ്റും എവിടെ നിന്ന് വേണമെങ്കിലും പ്രോഗ്രാം വാച്ച് ചെയ്യാൻ പറ്റും. നല്ല അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വീഡിയോ കാണുന്നതിനെക്കാട്ടെല്ലാം നല്ല സ്പേഷ്യസ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ നേരത്തെ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. ഇത് കുട്ടികളുടെ പാർക്കാണ്. അത്യാവശ്യം ആക്ടിവിറ്റികൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പാർക്ക് മാത്രമല്ല കേട്ടോ, ഓപ്പോസിറ്റ് സൈഡും വേറൊരു പാർക്കും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം മരങ്ങളും നല്ല ഗ്രീനറിയാണ്. ശരിക്കും ഒരു നാട്ടിലൊക്കെ പോലെ തന്നെ ഉണ്ട്. ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനും ഗെറ്റ് ടുഗദർ വെക്കാനൊക്കെ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ ഇത്. ഇവിടെ ഡ്രോൺ അലൗഡ് അല്ല കേട്ടോ. ഇതൊക്കെ നല്ലൊരു വാക്കുവേണേ, വെറുതെ നടക്കാൻ തന്നെ നല്ല രസാട്ടോ. ഇനി നമ്മൾ പോകുന്നത് പാർക്കിൻ്റെ ബീച്ച് ഏരിയയിലോട്ടാണ്. പാർക്കിൻ്റെ ഈ ഏരിയയിലാണ് നമുക്ക് ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളത്. ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിനി ബീച്ചിലോട്ടാണ് പോകുന്നത്.
ഇതിൻ്റെ പുറത്ത് മംസർ ബീച്ചും കോർണിഷൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് റിനോവേഷനായിട്ട് ക്ലോസ് ആയിട്ടുള്ളത് കേട്ടോ. ഈ ബീച്ച് പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇവിടെ ഒരുപാട് പേര് വന്നിട്ട് ബാർബിക്യും ഫാമിലി ഗാദറിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ബീച്ച് വ്യൂ. ഇവിടെ അത്യാവശ്യം വേണ്ട ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബീച്ചിലേക്ക് എൻട്രി ചെയ്യാനുള്ള വാക്ക് വേ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളൊരു സൺസെറ്റിൻ്റെ ടൈമിലാണ് എത്തിയത്. ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ബീച്ചിലുള്ള കളി സമ്മതിക്കില്ല. ലൈഫ് ഗാർഡ് വന്നിട്ട് ആൾക്കാരോട് കയറിപ്പോകാൻ പറയും. വെള്ളത്തിലിറങ്ങുന്ന ആൾക്കാരോട് തന്നെ ഇങ്ങനെ പറയുന്നത്. പുറത്ത് ആൾക്കാർക്ക് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതെനിക്കറിയില്ല. ശരിക്കും വീഡിയോയിൽ കാണുന്നതിനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതാണ് കേട്ടോ ഇവിടുത്തെ സൺസെറ്റ് വ്യൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതൊക്കെയാണ് കേട്ടോ മംസർ പാർക്കിലെ കാഴ്ചകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.